അടുത്തൊരു പ്രോബ്ലം ചെയിൻ റൂളിലെ പ്രോബ്ലം ആണ്. ഈ z is equal to f of xy where x is equal to r cos theta, y is equal to r sin theta. Show that dou z by dou x whole square plus dou z by dou y whole square is equal to dou z by dou r whole square plus 1 by r square dou z by dou theta the whole square. ഇത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ, ഇസഡ് എന്നുള്ളതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് വൈ. എക്സിൽ എന്തുണ്ട്? എക്സിൽ ആർ ഉണ്ട്, തീറ്റ ഉണ്ട്. വൈയിൽ ആർ ഉണ്ട്, തീറ്റ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് വരുള്ളൂ, ഡോ ഇസഡ് ഡോ വൈ വരുള്ളൂ. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലോ ഡോ ഇസഡ് ബൈ ഡോ ആർ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തും. ഡോ ഇസഡ് ബൈ ഡോ തീറ്റ, ഇസഡ് ബൈ തീറ്റ വരെ എത്തും. അപ്പൊ നമ്മളിവിടെ പ്ലാൻ ചെയ്യാം, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുമെന്ന് നോക്കാം. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഫുൾ ആയിട്ട് ചെയിൻ മൊത്തം വരുന്നുണ്ട്. ഡോ ഇസഡ് ബൈ ഡോ ആർ, ഇവിടെയാണെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ തീറ്റ. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ ആർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് ഡോ ഇസഡ് ബൈ ഡോ ആർ? നമ്മുടെ ചെയിനിലേക്ക് നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് അടുത്ത എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ. ഇനി നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എന്താണ്? ഡോ എക്സ് ബൈ ഡോ ആർ. എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. അപ്പൊ ഈ ആർ കോസ് തീറ്റനെ നമ്മൾ ആർ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ വൈ ബൈ ഡോ ആർ എന്താണ്? സൈൻ തീറ്റ. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ ആർ നമുക്ക് എന്ത് കിട്ടി? ഡോ ഇസഡ് ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കാം. ഡോ ഇസഡ് ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ. ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്? അത് അങ്ങനെ തന്നെ എഴുതാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ എക്സ് ബൈ ഡോ തീറ്റ. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. അതിന് നമ്മൾ തീറ്റ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ. ഇതിനെ തീറ്റ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഡോ ഇസഡ് ബൈ ഡോ തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡോ ഇസഡ് ബൈ ഡോ തീറ്റ ഇവിടെ സ്ക്വയർ എഴുതണം, അതുപോലെ ഡോ ഇസഡ് ബൈ ഡോ ആറിന്റെ സ്ക്വയർ എഴുതണം. ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ ആർ, ഡോ ഇസഡ് ബൈ ഡോ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യാം. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്തൊക്കെയാണെന്ന് നോക്കി. ഡോ സ്ക്വയർ ഇസഡ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 into dou z by dou x dou z by dou y sin theta cos theta. ഇതാണ് നമുക്ക് ഇത് കിട്ടുന്നത് ഡോ z by dou r whole square കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഡോ z by dou theta whole square കണ്ടുപിടിക്കാം. ഡോ z by dou theta the whole square. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ z by dou x the whole square r square sin square theta plus dou z by dou y the whole square r square cos square theta plus minus 2 into dou z by dou x dou z by dou y sin theta r into r square into sin theta cos theta. അപ്പൊ നമ്മൾ ഡോ z by dou r ഉം ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചു, ഡോ z by dou theta ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമോ നോക്കാം. നമുക്ക് നോക്കാം. ഇനി ഇതില് ഡോ ഇസഡ് ബൈ ഡോ ആർ ഹോൾ സ്ക്വയർ പ്ലസ് 1 by r square
dou z by dou theta the whole square. Dou z by dou r whole square എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇതാണ് dou z by dou x whole square cos square theta plus dou z by dou y whole square sin square theta plus 2 into dou z by dou x dou z by dou y sin theta cos theta plus ഇനി dou z by dou theta whole square 1 by r square കൊണ്ട് ഗുണിക്കണം. 1 by r square കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് പറ്റും? ഈ r square പോവും, ഈ r square പോവും, ഈ r square പോവും. ബാക്കി നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത് നോക്കിയേ. dou z by dou x the whole square sin square theta ഇവിടെ r square കട്ടായി പോയി പ്ലസ് dou z by dou y the whole square cos square theta അവിടെ നിന്ന് r square കട്ടായി പോയി minus 2 into dou z by dou x dou z by dou y sin theta cos theta. ഇപ്പൊ മൂന്ന് വസ്തു r square 1 by r square കൊണ്ട് ഗുണിച്ചപ്പോൾ എല്ലാം കട്ടായി പോയി. ഇനി നോക്കാം ഇവിടെ 2 dou z by dou x dou z by dou y sin theta cos theta ഇതും ക്യാൻസൽ ആയി. ഇനി നമുക്ക് എത്രയുണ്ട്? 4 ടേം ഉണ്ട്. ഈ 4 ടേമില് ഈ dou z by dou x whole square നമ്മൾ പുറത്തെടുക്കുമ്പോൾ dou z by dou x whole square പുറത്തെടുക്കുമ്പോൾ നമുക്ക് അകത്ത് എന്താ കിട്ടണേ? cos square theta plus sin square theta plus dou z by dou y നമ്മൾ പുറത്തെടുക്കാം. അപ്പൊ എന്ത് കിട്ടും? sin square theta plus cos square theta. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? dou z by dou x the whole square dou z by dou y the whole square. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലെ dou z by dou r കണ്ടുപിടിച്ചു. dou z by dou r കണ്ടുപിടിക്കാൻ കാരണം എന്താണ്? ഇവിടെ z എന്ന് തുടങ്ങി r വരെ ഉണ്ട്. അപ്പൊ ഫുൾ ആയിട്ടുള്ള പാത്ത് ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് dou z റൈറ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങാൻ കാരണം. ഇവിടെയാണെങ്കിൽ z നിന്ന് തീറ്റ വരെ ഉണ്ട്. അപ്പൊ dou z by dou r നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. dou z by dou theta കണ്ടുപിടിച്ചു. dou z by dou r നമ്മൾ സ്ക്വയർ ചെയ്തു. dou z by dou theta നമ്മൾ സ്ക്വയർ ചെയ്തു. dou z by dou theta ഹോൾ സ്ക്വയർ ചെയ്തതിനെ 1 by r സ്ക്വയർ കൊണ്ട് ഗുണിച്ചു. 1 by r സ്ക്വയർ കൊണ്ട് ഗുണിച്ചിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോ നമുക്ക് പല ടേംസും ക്യാൻസൽ ആയി പോയി. 2 dou z by dou x dou z by dou y sin theta cos theta ക്യാൻസൽ ആയി പോയി. പിന്നെ dou z by dou x ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ sin square theta plus cos square theta വരും. അതുപോലെ dou z by dou y ഹോൾ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ sin square theta plus cos square theta വരും. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? dou z by dou x ഹോൾ സ്ക്വയർ plus dou z by dou y the whole square that is equal to left hand side. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. therefore hence the section. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയിൻ റൂളിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് ഇതിന്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഈ വളരെ അടുത്ത ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി KTU കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ചോദ്യമാണത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ടൊരു പ്രോബ്ലം ആണെന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അത് ചെയ്ത് പഠിക്കും കേട്ടോ. ഓക്കെ, ശരി.